എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധക്കെടുതിയിൽ ഭാരപ്പെടുന്ന ജനതകൾക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇതിനിടയിൽ ജീവിതത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ബന്ധുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, സാധാരണപ്പെട്ടവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും കണ്ണുനീരുമായിട്ട് നിലനിൽക്കുന്ന യുദ്ധത്തിൻ്റെ മേൽ കർത്താവേ, അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ യുദ്ധശക്തിയെ കർത്താവെ കെടുത്തിക്കളയണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരുടെ കൈകൾ ഒന്ന് ചേർത്ത് പിടിച്ചാലോ? കർത്താവെ, സ്നേഹത്തിൻ്റെ വലിയ കൃപ ലോകരാജ്യങ്ങൾക്ക് നൽകപ്പെടാൻ ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം, കർത്താവെ, ഞാൻ ഈ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെയാണ്. ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, സമാധാനം നിലനിൽക്കുവാൻ, ഈ ദേശത്ത് കർത്താവെ സമാധാനം നിലനിൽക്കുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചേർത്ത് പിടിച്ച കൈകൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം കർത്താവെ, ലോകത്തെവിടെയെല്ലാം തിന്മയായ കാര്യങ്ങൾ ആലോചിക്കുന്ന ലോക നേതാക്കൾ, മതനേതാക്കൾ, തലമുറകളെ തകർക്കുന്ന യുദ്ധഭീഷണിയിൽ കഴിയുന്ന അനേക വ്യക്തികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മേലെല്ലാം അങ്ങയുടെ അത്ഭുതകരമായൊരു ശക്തി വെളിപ്പെടണമേ.